ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 2. കാറിൽ നിന്നും ഇറങ്ങിയ അവൻ തൊട്ടുപുറകിൽ വന്ന കാറിൽ ഇറങ്ങുന്ന സഞ്ജയെ കണ്ടു. സഞ്ജയ് സച്ചിയുടെ അടുത്തേക്ക് വന്നു. കൂടെ കാറിൽ ഉണ്ടായിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അവനൊരു പ്രായമായ സ്ത്രീയെ ആയുർവേദശാലയുടെ മുന്നിൽ ഇറക്കി കൊടുത്തിരുന്നു. അത് പറഞ്ഞിട്ടും സഞ്ജയ്ക്ക് വിശ്വാസമായില്ല. അവൻ സച്ചിയെ തന്നെ നോക്കി നിന്നു. ആ സമയം സന്ദീപ് അങ്ങോട്ട് വന്നത്. ഇവന്റെ കൂടെ കൂടി വീടിനെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജയ് അവിടെ നിന്ന് പോയി. ഇവനെന്താടാ ഈ പ്രണയിക്കുന്നവരോട് ഇത്ര ദേഷ്യം? സന്ദീപ് സഞ്ജയ് പോകുന്നത് നോക്കിക്കൊണ്ട് സച്ചിയോട് ചോദിച്ചു. ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട്, സച്ചിയും പറഞ്ഞു. അത് കണ്ടുപിടിക്കണം എന്ന് സച്ചി തീരുമാനിച്ചു. അന്ന് വീട്ടിൽ ചെന്ന് സഞ്ജയുടെ മുറി പരിശോധിക്കാൻ അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി സച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ സഞ്ജയ് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഫോൺ എടുത്ത് സന്ദീപിനെ വിളിച്ചു. അവൻ മാധവിന്റെ വീട്ടിലുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വിളിച്ചത്. സഞ്ജയുടെ കാറ് വീടിന്റെ മുന്നിലൂടെ പാസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് സച്ചി സഞ്ജയുടെ മുറി പരിശോധിച്ചു. ആദ്യം അവിടെ നോക്കിയിട്ട് ഒന്നും കാണാതെ നിരാശയോടെ ഇറങ്ങാൻ പോയപ്പോഴാണ് അവനൊരു ചെറിയ ബുക്കിന്റെ ഷെൽഫ് കാണുന്നത്. അതിൽ കുറച്ച് ബുക്കുകളെല്ലാമായിരുന്നു. അവൻ ഓരോന്നായി എടുത്തു നോക്കാൻ തുടങ്ങി. കുറച്ച് ബുക്കെടുത്ത് മാറിയതും അതിന്റെ അടിയിൽ ഒരു ഡയറി കണ്ടത്. അതിന്റെ പേജുകൾ അവൻ മറിച്ചു നോക്കി. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വെച്ച് പിന്നെ വലിച്ചു വാരി ഇട്ടതെല്ലാം അവൻ തിരിച്ചു വെക്കാൻ പോയപ്പോഴാണ് ഒരു വെള്ളിക്കൊലുസ് തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ അത് എടുത്തു നോക്കി. അതിന് ഒത്തിരി പഴക്കമൊന്നുമില്ല എന്ന് അവന് കണ്ടപ്പോൾ തന്നെ തോന്നി. ഒരു ബുക്കിന്റെ ഉള്ളിൽ നിന്നാണ് ആ കൊലുസ് പുറത്തേക്ക് ചാടി നിൽക്കുന്നത് എന്ന് കണ്ടതും ആ ബുക്ക് കൂടി എടുത്തു. അതിൽ കുറച്ച് തീയതികൾ, കുറിപ്പുകൾ, ചില പേരുകൾ. സച്ചിയുടെ മുഖം ഗൗരവത്തിലായി. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. സന്ദീപ് ആയിരുന്നു. സഞ്ജയുടെ കാറ് അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും സച്ചി വേഗം തന്നെ സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ വെച്ച് വാതിലടച്ച് അവന്റെ മുറിയിലേക്ക് കയറി. സന്ദീപിനെ വിളിച്ച് ഉറങ്ങരുത് എന്ന് പറഞ്ഞു. എല്ലാവരെയും കാണണമെന്നും പറഞ്ഞു. അപ്പോഴാണ് അവന്റെ റൂമിന്റെ ഡോറിൽ മുട്ടുകേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ സഞ്ജയ് ആയിരുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്നാ പറഞ്ഞത്? വാതിൽ തുറന്നതും സഞ്ജയ് ചോദിച്ചു. സച്ചി ഒന്നും മിണ്ടാതെ നിന്നു. നിന്റെ കൂടെ കണ്ടത് ഒരു പ്രായമായ സ്ത്രീയല്ല, ഒരു ചെറുപ്പക്കാരിയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. സഞ്ജയ് പറഞ്ഞതും അതെ, ചെറുപ്പക്കാരി തന്നെയാണ്. അത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ഉറച്ച ശബ്ദത്തോടെ തന്നെ അവൻ പറഞ്ഞു. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാനല്ല, ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണാണ്. അവൻ പറഞ്ഞതും ആ മാധവും കൂട്ടരുമാണ് നിങ്ങളെയെല്ലാം ചീത്തയാക്കുന്നത് എന്ന് എനിക്കറിയാം. സഞ്ജയ് പറഞ്ഞതും അത് വെറുതെയാണ്. ഞങ്ങൾ സന്തോഷം എന്താണെന്ന്, ഫ്രണ്ട്ഷിപ്പ് എന്താണ് എന്നും എല്ലാം അറിഞ്ഞത് അവിടെ നിന്നാണ്. ആ വീട് കണ്ടാണ് ഞങ്ങൾ ഓരോന്നും ഇപ്പോൾ പഠിച്ചത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും ആ വീട്ടിലാണ്. ആ വീടിന് ഒരു പോസിറ്റീവ് ഫീലാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു വീടാണത്. അവൻ പറഞ്ഞതും ആ സന്തോഷമില്ലാതാക്കാൻ പെട്ടെന്ന് സാധിക്കും. സഞ്ജയ് പറഞ്ഞുകൊണ്ട് ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചു. അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാകാതെ സച്ചി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞതും സച്ചി ആരും കാണാതെ അവിടെ നിന്നും മാധവിന്റെ വീട്ടിലേക്ക് വന്നു. മാധവിന്റെ വീട്ടിൽ വന്ന് അവൻ ആ കിട്ടിയ ഡയറിയും വെള്ളിക്കൊലുസും കാണിച്ചു കൊടുത്തു. സ്ത്രീകളെല്ലാം റൂമിലായിരുന്നു. പുരുഷന്മാരെല്ലാവരും നൃത്ത മണ്ഡപത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നു. അതെല്ലാം നോക്കി. ഇത് ആരുടെയാണ് എന്നെല്ലാം അവർ തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ ആ ഡയറി വായിച്ചു. അതിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും അവരുടെ മുഖം മാറിക്കൊണ്ടിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നത് ഒരേ ഒരു പേരായിരുന്നു, ലക്ഷ്മി. അവന് ലക്ഷ്മി നേരത്തെ അറിയോ? അപ്പോൾ ഹരി അവൻ്റെ ആളായിരുന്നോ എന്നെല്ലാം സംശയം അവർക്ക് എല്ലാവർക്കും ഒരുപോലെ വന്നു. ഇത് ലക്ഷ്മി തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയം ശരത്ത് ആ കൊലുസ് കയ്യിൽ വാങ്ങി. ഞാൻ ഒന്ന് ദേവികയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അതുമായി ദേവികയുടെ അടുത്തേക്ക് ചെന്നു. ഇതെവിടെ നിന്നാ ശരത്തേട്ട കിട്ടിയത്? ദേവിക ചോദിച്ചു. ഇവിടെ എവിടെയോ നിന്നാ കിട്ടിയത്. ഇത് നിന്റെയാണോ? ശരത്ത് ചോദിച്ചു. എൻ്റെ അല്ല, പക്ഷെ ഞാനിതെവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ കുറച്ചു നേരം ആലോചിച്ച് നിന്നു. പിന്നെ ഇത് ലക്ഷ്മിയുടെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഒരുപാട് നാൾ മുമ്പ് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണല്ലോ. ആ, ചിലപ്പോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരെണ്ണമില്ലേ, അതായിരിക്കും ഇത്. ഞാൻ കൊടുക്കാം അവൾക്ക് എന്ന് പറഞ്ഞ് ദേവിക അത് വാങ്ങിയതും വേണ്ട, ഇത് മാധവ് നിന്റെയാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ്, ഞാൻ ഇത് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് പുറത്തേക്ക് പോന്നു.
അവിടെ നിന്നും പോരുമ്പോൾ ശരത്തിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇത് ലക്ഷ്മിയിലാണെങ്കിൽ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ലക്ഷ്മിയെ പറ്റിയാണോ? അവൻ താഴെ ചെന്നതും അവനെ കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അത് ദേവിക ലക്ഷ്മിയിലാണ് എന്ന് പറഞ്ഞു. ശരത്ത് പറഞ്ഞു. മാധവ് ഒരു ഞെട്ടലോടെയാണ് അത് കയ്യിൽ വാങ്ങിയത്. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. അത് ലക്ഷ്മി കാണിക്കുന്നു. ഇത് എൻ്റെയാണ് എന്ന് അവൾ പറഞ്ഞു. അത് ഇതിൻ്റെ ഒരെണ്ണം കുറേ നാളുകൾക്ക് മുമ്പ് വീട്ടിൽ വെച്ച് നൃത്തം അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടതാണ് എന്നവൾ പറഞ്ഞു. പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരെണ്ണം ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കിയപ്പോൾ പോയതായിരിക്കും എന്നവൾ പറഞ്ഞു. എന്നാ അതെവിടെയെന്ന് നോക്കാൻ മാധവ് പറഞ്ഞു. മാധവിടെ എന്തീ പറയുന്നത്? അതല്ലേ മാധവേട്ടന്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ വെച്ച സ്ഥലത്ത് അത് കാണുന്നത്? ലക്ഷ്മി ചോദിച്ചു. എന്നാലും നീ നോക്കി നോക്ക് എന്ന് മാധവ് പറഞ്ഞു. ലക്ഷ്മി അത് വെച്ച സ്ഥലത്തെല്ലാം നോക്കി. കാണാതെ വന്നതും അത് കാണാനില്ലല്ലോ, അപ്പൊ ഇത് തന്നെയായിരിക്കും എന്ന് അവൾ പറഞ്ഞു. അല്ലെങ്കിലും ഇതാകാനേ സാധ്യതയുള്ളൂ. ഇതിന്റെ ഒരെണ്ണം നഷ്ടപ്പെട്ടത് ദേവികയുടെ വീട്ടിൽ വെച്ചാണ്. അവിടെ വെച്ച് നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ പറഞ്ഞു. ഇനി ലക്ഷ്മി പറഞ്ഞതുപോലെ ഇവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സഞ്ജയുടെ റൂമിൽ നിന്ന് കിട്ടി? ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് വീണ്ടും അവൻ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങുന്നവനെ കണ്ടതും ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ഇനി മാധവേട്ടനെ എങ്ങോട്ടേ പോകുന്നത്? അവൾ ചോദിച്ചു. താഴെ എല്ലാവരും ഉണ്ട്, ഞാൻ വരാം, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മാധവ് പുറത്തേക്ക് പോയി. താഴെ ചെന്നപ്പോൾ മാധവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇതില് എന്തൊക്കെയോ ഉണ്ട്, അത് കണ്ടുപിടിക്കണം എന്നവർ തീരുമാനിച്ചു. കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷം സച്ചി വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റു. അവൻ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ് സന്ദീപും ഉദയനും ശരത്തും കൂടി സച്ചിയുടെ കൂടെ പോകുന്നു. അവർ വീടിന്റെ അടുത്ത് എത്തി. ഗേറ്റ് തുറക്കാൻ പോയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു നിഴൽ കണ്ടത്. അത് സഞ്ജയ് ആണ് എന്ന് മനസ്സിലായതും സച്ചിയും ഉദയനും ശരത്തും സന്ദീപും എല്ലാം പതിയെ മാറി നിന്നു. ഇവൻ ഈ രാത്രി എങ്ങോട്ടാ പോകുന്നേ എന്നാലോചിച്ചു. അപ്പോഴാണ് അവൻ വന്ന് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവർ കണ്ടത്. ഇത് ഈ നേരത്ത് എങ്ങോട്ടാ പോകുന്നത്? ഉദയൻ ചോദിച്ചു. അറിയില്ല, നോക്കാം എന്ന് പറഞ്ഞ് അവർ അവന്റെ പുറകെ പോകുന്നു. മാധവിന്റെ വീടിന്റെ അടുത്തെത്തിയതും സഞ്ജയ് അങ്ങോട്ട് നോക്കുന്നത് കണ്ടതും ഇനി ഈ വീട്ടിൽ കയറാൻ വല്ല പ്ലാനും ആണോ? പതിയെ ഉദയൻ ചോദിച്ചതും അവൻ വീണ്ടും നടക്കുന്നത് കണ്ടതും രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം വല്ലതും ഉണ്ടോ? വീണ്ടും ഉദയൻ ചോദിച്ചതും മിണ്ടാതെ നടക്ക്, സച്ചി പറഞ്ഞു. അപ്പോഴാണ് പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് അവിടെയുണ്ട്. ആ ഭാഗത്തേക്കാണ് അവൻ പോകുന്നത് എന്ന് കണ്ടത്. അവരും അവന്റെ പുറകെ തന്നെ പോയി. അവൻ അകത്തേക്ക് കയറി പോകുന്നത് ഒരു അടച്ചിട്ടിരിക്കുന്ന റൂം തുറക്കുന്നതും എല്ലാം അവർ കണ്ടു. അതിൽ കയറിയതും അവൻ ആ ഡോർ അടച്ചു. അതിലാരാണ് എന്ന് അറിയാൻ വേണ്ടി അവർ ആ വീടിന് ചുറ്റും നടന്നു. ആ റൂമിന് ഒരു ജനാല പോലും ഇല്ല എന്ന് അവർ ശ്രദ്ധിച്ചു. അപ്പോഴാണ് റൂമിലെ മേൽക്കൂര ഓടെല്ലാം പൊളിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടത്. എല്ലാവരും കൂടി സച്ചിയെ മുകളിലേക്ക് കയറ്റി. അപ്പോൾ ആ റൂമിൽ കസേരയിൽ കെട്ടിയിരിക്കുന്ന ഒരാളെ അവൻ കണ്ടു. വല്ലാത്തൊരു മണം അവിടെ നിന്നും വന്നതും അവൻ ശ്രദ്ധിച്ചു. എന്തോ ഒരു മരുന്ന്, എന്തോ അത് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. പിന്നീട് അയാൾക്ക് ബോധം വരുന്നതും അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നതും, എന്നാൽ അയാൾക്ക് മുന്നിൽ നിന്ന് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവള് ഇവിടെ വരണം. താൻ ഇവിടെ ഉണ്ടെങ്കിൽ അവളെ എനിക്ക് ഇവിടെ വരുത്താൻ പറ്റും. അതിലെ ഏറ്റവും വലിയ തെളിവാണല്ലോ താൻ കാറിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവൾ വന്നതും അന്ന് ഹരി പിടിക്കപ്പെട്ടതും എല്ലാം. പക്ഷേ ഇനി പിടിക്കപ്പെടില്ല. അവളെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ വരുത്തും. ഒന്നുമില്ലെങ്കിലും വളർത്തച്ഛനല്ലേ, അതവൾക്കറിയില്ല എന്ന് മാത്രം. ഇതെല്ലാം പറയുന്നത് കേട്ട് സച്ചി സംശയത്തോടെ പിന്നെയും ശ്രദ്ധിച്ചു. തനിക്ക് കാണണ്ടേ തൻ്റെ മകൾ ലക്ഷ്മിയെ? ആ പേര് കേട്ടപ്പോൾ സച്ചിക്ക് അത് ലക്ഷ്മിയുടെ അച്ഛനാണ് എന്ന് മനസ്സിലായി. എന്തായാലും ഒരുപാട് ദിവസം തനിക്കിവിടെ കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഡോർ അടച്ചു പോകുന്നത് അവർ കണ്ടു. അവന്റെ പുറകെ തന്നെ അവരും വന്നു. അവർ വേഗം വീട്ടിലേക്ക് വന്നു. മാധവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം സഞ്ജയുടെ പ്ലാൻ ആയിരുന്നു എന്നറിയാതെ മാധവും കൂട്ടരും വീണ്ടും ആ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലേക്ക് വന്നു. ആ സമയത്ത് സഞ്ജയ് മാധവിന് കൂട്ടുകാർക്ക് മുന്നിൽ വന്നു. ആ റൂമിലുള്ള ലക്ഷ്മിയുടെ അച്ഛന്റെ കെട്ടുകളെല്ലാം അഴിക്കുമ്പോഴാണ് സഞ്ജയ് അങ്ങോട്ട് വന്നത്. ഇവിടെ നിങ്ങളെ ഞാൻ എത്തിച്ചതാണ് എന്ന് സഞ്ജയ് പറഞ്ഞു. പിന്നീട് അവൻ പറഞ്ഞ കഥ കേട്ട് ഷോക്കിലായിരുന്നു മാധവും കൂട്ടരും. ലക്ഷ്മി ഇയാളുടെ മകളല്ല. ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മയുടെയും ദേവയാനി തമ്പുരാട്ടിയുടെയും
ഒരേയൊരു മകളാണ് ലക്ഷ്മി ദേവി എന്ന ലക്ഷ്മി എന്നും തന്റെ ഭാര്യ സരസ്വതിയും ദേവയാനിയും കൂട്ടുകാരികളായിരുന്നു എന്നും അങ്ങനെ കോവിലകത്ത് താനും തന്റെ ഭാര്യ സരസ്വതിയും ഇടയ്ക്ക് പോകാറുണ്ട് എന്നും അങ്ങനെ രാജശേഖരവർമ്മ തമ്പുരാനുമായി തനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു എന്നും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് വന്ന മാറ്റവും വന്നതും അവർ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് തമ്പുരാന് തോന്നിയതും അങ്ങനെ ലക്ഷ്മി ദേവി എന്ന അവരുടെ പൊന്നോമനയെ തങ്ങളെ വളർത്താനായി ഏൽപ്പിച്ചുകൊണ്ട് തമ്പുരാനും തമ്പുരാട്ടിയും ആ നാട് വിട്ടതും എല്ലാം ലക്ഷ്മിയുടെ വളർത്തച്ഛൻ പറഞ്ഞു. എല്ലാം കേട്ട് ഷോക്കിൽ നിൽക്കായിരുന്നു മാധവനും കൂട്ടുകാരും. ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? സന്ദീപ് ചോദിച്ചു. അതിന് സഞ്ജയ് ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റാമുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം തുടങ്ങുന്നത്. അവൻ സച്ചിയും സന്ദീപിനെ നോക്കി. റാമിനെ നിങ്ങൾക്കറിയാമായിരിക്കും. അവൻ പറഞ്ഞതും സന്ദീപും സച്ചിയും പരസ്പരം നോക്കി. ഉദയപുരം കോവിലകത്തെ അഡ്വക്കേറ്റ് വിക്രമന്റെ മകൻ. ആ വാക്ക് കേട്ടതും സച്ചിയും സന്ദീപും ഒന്ന് ഞെട്ടി. നമ്മുടെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിക്രമൻ അങ്കിൾ, സന്ദീപ് പതുക്കെ പറഞ്ഞു. മുറിയിലെ എല്ലാവരുടെയും ശ്രദ്ധ അപ്പോൾ സഞ്ജയിലായിരുന്നു. അതെ, സഞ്ജയ് ചിരിച്ചു. അവനോടുള്ള സൗഹൃദം തന്നെയാണ് എന്നെ ഈ കഥയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി ഉദയപുരം കോവിലകത്തേക്ക് പോയി. ഉദയപുരം കോവിലകം ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലൊരു ഭംഗി, അതുപോലൊരു ഗാംഭീര്യത ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവിടെ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണം ഒരു രാജകീയ സ്വീകരണം തന്നെയായിരുന്നു. കാരണം വിക്രമൻ അങ്കിൾ നമ്മുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ രാത്രി ഞങ്ങൾ എല്ലാവരും ഒത്ത് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് രാജശേഖരവർമ്മ തമ്പുരാനും ദേവയാനി തമ്പുരാട്ടിയും അവരുടെ മകൾ ലക്ഷ്മി ദേവിയെക്കുറിച്ചും അവരുടെ ഒളിച്ചോടൽ കഥ എല്ലാം പുറത്തേക്ക് വന്നത്. ആ കഥ കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതിന് കാരണം അവർ പറഞ്ഞു കേട്ട ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ആ കുഞ്ഞിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഏകദേശം 19-20 വയസ്സായിട്ടുണ്ടാകുമെന്നും ദേവയാനി തമ്പുരാട്ടിയെ പോലെ തന്നെ ആയിരിക്കും, ഒരു സുന്ദരി പെൺകുട്ടിയായിരിക്കും എന്നെല്ലാം അവർ പറഞ്ഞു കേട്ടു. ഇപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ റാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമായിരുന്നു എന്നും അതിലൂടെ ഉദയപുരം കോവിലകം തങ്ങളുടെ കൈപ്പിടിയിലാകുമായിരുന്നു എന്നെല്ലാം അവർ പറഞ്ഞു. അത്രയ്ക്ക് സുന്ദരിയായിരിക്കുമോ അച്ഛാ എന്ന് റാം ചോദിച്ചപ്പോൾ നീ ദേവയാനിയെ കണ്ടില്ലേ, അതുപോലെ തന്നെയായിരിക്കും എന്ന് വിക്രമൻ അങ്കിൾ പറയുന്നത്. അത് കേട്ടപ്പോൾ അവിടെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന രാജശേഖരവർമ്മയുടെയും ദേവയാനി തമ്പുരാട്ടിയുടെയും മുഖം ഓർമ്മ വന്നു. ശരിയാണ്, അവർ രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞും സുന്ദരിയായിരിക്കുമെന്നും എല്ലാവരും പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി ദേവി എന്ന ആ പേര് കാണാത്ത ആ ഒരു മുഖം അതെന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അന്ന് ആ ഓർമ്മയിൽ ഞാൻ ഉറങ്ങാനായി പോയത്. അടുത്ത ദിവസം യാദൃച്ഛികമായി വിക്രമൻ അങ്കിളുടെ ഓഫീസ് റൂമിലേക്ക് ഞാൻ കയറി. അവിടെ നിന്ന് കിട്ടിയ ഒരു ഫയൽ അതെന്റെ ജീവിതം തന്നെ മാറ്റി. ആ ഫയലിൽ ഡൽഹിയിൽ രാജശേഖരവർമ്മ തമ്പുരാനും ദേവയാനി തമ്പുരാട്ടിയും ആരോ കണ്ടു എന്ന വിവരം, അവരുടെ കൂടെ കുഞ്ഞുണ്ടായിരുന്നില്ല എന്നും ആ ഫയലിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രമൻ അങ്കിളിന്റെ ആളുകൾ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവർ എന്തെങ്കിലും ആ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുമെന്ന് വിക്രമൻ അങ്കിളിനും രാഘവൻ അങ്കിളിനും ഉറപ്പായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ ആളുകളുണ്ട്. അത് കേട്ട് മാധവനടക്കം എല്ലാവരും ഞെട്ടലോടെ സഞ്ജയെ നോക്കിയത്. അപ്പോ അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ? ബാലചന്ദ്രൻ ഞെട്ടലോടെ സഞ്ജയെ നോക്കി ചോദിച്ചു. സഞ്ജയ് ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അതെല്ലാം വായിച്ചപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. കുഞ്ഞിനെ അവർ എവിടെയോ മാറ്റിയിട്ടുണ്ട്. കാരണം ഉദയപുരം കോവിലകത്തിന്റെ അവകാശിയെ അവർ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല. സഞ്ജയുടെ കണ്ണുകളിൽ ഒരു ഭ്രാന്ത് തെളിഞ്ഞു. അത് തന്നെയായിരുന്നു എൻ്റെ അന്വേഷണവും ഞാൻ തുടങ്ങാനുള്ള കാരണവും. ഞാൻ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. അവർ നിർത്തിയെടുത്ത് നിന്ന് ഞാൻ മുന്നോട്ട് പോയി. അത് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ അവനെയും അവൻ ബാലചന്ദ്രനെയും നോക്കി. ദേവയാനി തമ്പുരാട്ടി തന്റെ സ്വന്തം കുഞ്ഞിനെ വെറുതെ ആരുടെ കയ്യിലും ഏൽപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഉദയപുരം കോവിലകത്ത് നിന്ന് തന്നെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് സ്വന്തം വീട്ടിൽ പോലും ആ കുഞ്ഞിനെ ദേവയാനി തമ്പുരാട്ടി ഏൽപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവിടെയുള്ളവർക്ക് സ്വത്തിനോട് ആർത്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വസ്തമായ കൈകളിലായിരിക്കും അവർ കുഞ്ഞിനെ ഏൽപ്പിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെ എന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് സരസ്വതിയായിരുന്നു. സരസ്വതി ബാലചന്ദ്രനെയായിരുന്നു. അത്രയും പറഞ്ഞ് സഞ്ജയ് ഒരു പുച്ഛത്തോടെ ബാലചന്ദ്രനെ നോക്കി. നിന്റെ ഭാര്യ സരസ്വതി, നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ. അവസാനം എന്റെ അന്വേഷണം ആ ചെറിയ ഗ്രാമത്തിൽ എത്തി നിന്നു. അവിടെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ ബാലചന്ദ്രന് മനസ്സിലായി കാണുമല്ലോ. തന്റെ അമ്മായിയോ അങ്ങനെ ആരോ ആണ്.
അവരാണ് എനിക്ക് സത്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. സരസ്വതി ഒരു കുഞ്ഞിനൊപ്പം അവിടെ താമസിച്ചിരുന്നു എന്നും അവർ പറഞ്ഞു. അതിനെനിക്ക് ചെലവായത് വെറ്റില, പുകയില, പിന്നെ ഒരു 500 രൂപ നോട്ടും. അത്രയും മതിയായിരുന്നു അവരിൽ നിന്നും ഈ സത്യങ്ങളെല്ലാം അറിയാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ചിരിയിലേക്ക് നോക്കിയ മാധവനടക്കം എല്ലാവർക്കും ദേഷ്യം തോന്നി. അപ്പോ എനിക്ക് എല്ലാം മനസ്സിലായി. ലക്ഷ്മി അവളാണ്, ആ രാജകുമാരി. ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മയുടെയും ദേവയാനി തമ്പുരാട്ടിയുടെയും ഒരേയൊരു മകൾ ലക്ഷ്മി ദേവി എന്ന ആ രാജകുമാരിയെയാണ് സരസ്വതിയുടെയും ബാലചന്ദ്രന്റെയും മകളായിട്ട് വളരുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു. അത് കേട്ടതും മാധവിന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. പിന്നീട് അവളെ കാണണമെന്നൊരാഗ്രഹം എന്റെ മനസ്സിലും വല്ലാതെ മതിച്ചു തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല. ബാലചന്ദ്രനും സരസ്വതിയും താമസിക്കുന്നത് നമ്മുടെ അമ്മ വീടിനടുത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് നമ്മുടെ തറവാടിന്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടെന്ന്. പിന്നെ ഞാൻ അവിടുത്തെ നിത്യ സന്ദർശകനായി. ഒരു ദിവസം ദേവികയുടെ കൂടെ ഞാൻ അവളെ കണ്ടു. അവന്റെ ശബ്ദം പതുക്കെ മാറി. ആദ്യമായി ലക്ഷ്മി കണ്ട നിമിഷം ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എന്റെ കൺമുന്നിലുണ്ട് ഇപ്പോഴും ആ രൂപം. യെല്ലോ പട്ടുപാവാടയും മെറൂൺ ബ്ലൗസും ധരിച്ച് പുഞ്ചിരിയോടെ ചിരിച്ച് സംസാരിച്ചു പോകുന്ന ലക്ഷ്മി. അവളപ്പോൾ എനിക്ക് രാജകുമാരി മാത്രമായിട്ടല്ല തോന്നിയത്, എൻ്റെ പ്രാണനായിട്ടാണ് ആ ഒരു നിമിഷം എനിക്ക് തോന്നിയത്. അവൻ കണ്ണുകൾ അടച്ച് വല്ലാത്തൊരു രീതിയിൽ പറയുന്നത് കേട്ടതും മാധവിന്റെ കൈകൾ ചുരുണ്ടു. അവന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിക്കുന്നത് കണ്ടതും പെട്ടെന്ന് ഉദയൻ ആ കൈകളിൽ കയറി പിടിച്ചു. ഒന്നും വേണ്ട, അവനിൽ നിന്നും ഇനിയും അറിയാനുണ്ട്. ഉദയൻ പറഞ്ഞതും മാധവ് കണ്ണുകൾ അടച്ച് അവന്റെ ദേഷ്യത്തെ അമർത്തി. പിന്നീട് ഞാൻ അവരുടെ ഓരോ വളർച്ചയും കണ്ടു. അന്ന് ഡിഗ്രിക്കെന്തോ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വളർച്ച ഞാൻ എൻ്റെ കൺമുന്നിൽ തന്നെ പലപ്പോഴും കണ്ടു. അവളെ കാണാനായിട്ട് ഞാൻ പലപ്പോഴും കോളേജിന് മുന്നിലും പലയിടത്തും, എന്തിന് അമ്പലത്തിൽ പോലും പലവട്ടം പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈശ്വരന്റെ മനസ്സിൽ ദേവിക കയറി കൂടുന്നത്. അതെനിക്ക് ഒരു എളുപ്പ വഴിയായി മാറി. പിന്നെയെല്ലാം നിങ്ങൾക്കറിയാലോ. പക്ഷെ ദേ ഇയാള് അവളെയും കൊണ്ട് ആ സരസ്വതിയെയും കൂടി അവിടെ നിന്ന് പോയതാണ് എൻ്റെ കണക്കൂട്ടലിൽ തെറ്റിച്ചത്. അവിടെ എൻ്റെ കൺമുന്നിൽ നിന്നും എനിക്ക് മിസ്സായി. പിന്നെയും അവളെ കണ്ടുപിടിച്ചു എൻ്റെ ആളുകൾ. ആ രാത്രിയാണ് ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ, അവൾക്ക് അവളുടെ വളർത്തമ്മയെയും നഷ്ടപ്പെട്ടത്. അത് പറഞ്ഞതും ബാലചന്ദ്രന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അതിനു മുമ്പ് ഇയാളോട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അവളെ എനിക്ക് തരാൻ. അപ്പോൾ ഇയാൾക്ക് വാശി. അതിന്റെ പേരിൽ ഇയാൾക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു എന്നോട്. ആ ദേഷ്യം ഞാനങ്ങ് മുതലാക്കി. അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അവളെ ജീവനോടെ വേണമെങ്കിൽ അവളെ എനിക്ക് വിട്ടുതരാൻ പറഞ്ഞു. പക്ഷേ ഭാര്യ മരിച്ച വേദനയിൽ ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ഇയാള്. അവളെ ശ്രദ്ധിക്കാതെയായി. അങ്ങനെയാണ് അവൾ ഇയാളിൽ നിന്ന് തന്നെ മാറിപ്പോയത്, എന്റെ കൺമുന്നിൽ നിന്നും മാറിപ്പോകുന്നത്, സഞ്ജയ് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടു അവളെ ഇവിടെ വെച്ച്, ദേ നിന്റെ വീടിന്റെ മുന്നിൽ വെച്ച്. അതെനിക്കൊരു ഷോക്കായിരുന്നു. അവൻ മാധവിന്റെ നേരെ നോക്കി. പക്ഷേ നീ എൻ്റെ കഥയിൽ വന്നത് അവിടെ നിന്നാണ്. എല്ലാം മാറിപ്പോയത്. മുറിയിൽ നിശബ്ദത. ഇപ്പോൾ ഭാരം പിടിച്ചു. നീ അവളുടെ ജീവിതത്തിലേക്ക് വന്നു. മാധവിന്റെ മുഷ്ടി മുറുകി. ആദ്യമായി ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് അതിശയവും സന്തോഷമായിരുന്നു. പിന്നെ അവളെ സ്വന്തമാക്കുക എന്നതായിരുന്നു. അതിനിടയ്ക്ക് നീ അവളെ വിവാഹം കഴിച്ചത് അതെനിക്കൊരു വലിയ തിരിച്ചടിയായി തന്നെ മാറി. ഇനി നീ അവളെ വിവാഹം കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അവളെ എനിക്ക് വേണം. സഞ്ജയ് പറഞ്ഞതും അവന്റെ കോളറിൽ മാധവ് കയറി പിടിച്ചു. അപ്പോഴേക്കും കുറച്ച് ആളുകൾ അങ്ങോട്ട് ഇടിച്ചു കയറി വന്നു. അത് സഞ്ജയുടെ ആളുകളായിരുന്നു. പിന്നെ അവിടെ ഒരു സംഘടനം തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ബാലചന്ദ്രൻ എന്ന ലക്ഷ്മിയുടെ അച്ഛനെ പുറകെ നിന്ന് കുത്തേറ്റതും അദ്ദേഹം വീഴുന്നത് കണ്ടു. മാധവ് ഓടിച്ചെന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും എല്ലാവരും ഉദയനും ശരത്തും സന്ദീപും സച്ചിയും നവീനും അടക്കം എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ഓടിച്ചിരുന്നു. അക്കൂട്ടത്തിൽ സഞ്ജയും കൊണ്ട് അവന്റെ ആളുകൾ അവിടെ നിന്നും മാറി. വേഗം തന്നെ മാധവും കൂട്ടരും ലക്ഷ്മിയുടെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആദ്യം അല്പം സീരിയസ് ആയിരുന്നു എങ്കിലും ഓക്കെയാണ് എന്നാണ് പിന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് മാധവിനും കൂട്ടർക്കും ആശ്വാസം തോന്നിയത്. മാധവിന്റെ ഫ്രണ്ടിന് ഒരു അപകടം പറ്റി ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്ന് മാധവ് ലക്ഷ്മി അറിയിച്ചു. ബാക്കിയുള്ളവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 2-3 ദിവസം അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. അന്ന് മാധവും ഉദയനും അടക്കം എല്ലാവരും മാറി മാറി നിന്നു. സഞ്ജയ് രക്ഷപ്പെട്ടതിന്റെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും സത്യങ്ങളെല്ലാം അറിഞ്ഞതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെങ്കിൽ സച്ചിയുടെ അച്ഛനിൽ നിന്ന് അറിയാൻ പറ്റൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ
സച്ചി വീണ്ടും വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അച്ഛന്റെ ഫ്രണ്ടാണ് ഉദയപുരത്തെ വിക്രമൻ എന്ന ആ വക്കീൽ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛനിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നറിയാൻ സച്ചി വീട്ടിലേക്ക് എത്തി. ലക്ഷ്മിയുടെ അച്ഛനെ വീട്ടിലേക്ക് ഒരുപാട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാനെ കണ്ടുകിട്ടിയതിനു ശേഷം മാത്രമേ ലക്ഷ്മിയെ നേരിട്ട് കാണൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ലക്ഷ്മിയുടെ അച്ഛൻ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ചു മാധവിനോട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റണമെന്ന് തീരുമാനിച്ചു. അതിന് സന്ദീപിന്റെ ഗുരുവായൂരുള്ള അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ അവർ തീരുമാനിച്ചു. ഹായ്, അപ്പോൾ ദേ ഹൃദയപൂർവ്വം എന്ന സ്റ്റോറിയുടെ ഇതുവരെ ഉണ്ടായ അധ്യായങ്ങൾ ഞാൻ 2 ഭാഗങ്ങളിലായിട്ട് തീർത്തിട്ടുണ്ട്. നാളെ മുതൽ ഹൃദയപൂർവ്വം എന്ന സ്റ്റോറി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന പേരിൽ ഇനി മുതൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കേൾക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ കാണാം. ലവ് യു ഓൾ. ബൈ.